ജൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചനക്കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 861 ദിവസം. ഹോശേയ 1 അധ്യായം. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായി യോവാശിന്റെ മകനായ യോരോഭയാമിന്റെ കാലത്തും ബെയേരിയുടെ മകനായ ഹോശേയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്ക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിന്റെ മകളായ ഗോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രായേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം. ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിന്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ല് ഒടിച്ചു കളയുമെന്ന് അരുളിച്ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോരുഹമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്ക. ഞാൻ ഇനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു. അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. അവൾ ലോരുഹമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന്, ലോ അമ്മി, എന്റെ ജനമല്ല എന്ന് പേർ വിളിക്ക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരുളി ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചു കൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ച് ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ.